യാതൊരുവിധ മുന്നൊരുക്കങ്ങളില്ലെങ്കിലും ചില പിറന്നാളിൻ്റെ തലേദിവസം വരുമ്പോൾ നമുക്ക് ആഘോഷിക്കണമെന്ന് തോന്നില്ലേ? അതുപോലത്തെ ഒരു പിറന്നാളാണ് കേട്ടോ ഇത്. ഇതെൻ്റെ വല്യച്ഛനും വല്യമ്മയാണ്. ശരിക്കും അച്ചാച്ചനും അച്ചമ്മയും ഉള്ള പോലെ തന്നെ ഒരു ഫീലാണ് എനിക്ക്, വല്യച്ഛനും വല്യമ്മയാണെങ്കിൽ പോലും. ഇവരെ രണ്ടുപേരും 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടുപേരുടെയും പിറന്നാൾ ഒരു ദിവസമാണ്. അപ്പം ഇക്കൊല്ലം ആഘോഷിക്കേണ്ടെന്ന് എല്ലാ കൊല്ലവും പറയുമെങ്കിലും ആ ദിവസമാകുമ്പം നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തും. പിന്നെ നമ്മൾ വരുന്നുള്ളത് അവരും പ്രതീക്ഷിക്കും. അങ്ങനെയാണ് ഇത്രയും കൊല്ലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിക്ക് ഉള്ള ഒരു ആഘോഷം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഈ പണ്ടത്തെ ജനറേഷൻ നമ്മളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലോ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വിളിച്ചാലോ ഒക്കെ പറയും ഞങ്ങളുടെ കാലത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇപ്പോഴത്തെ ഓരോരോ ഫാഷനുകളല്ലേന്ന്. പക്ഷേ ഇവർ രണ്ടുപേരും അവരുടെ കാലത്ത് ഇല്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം പോസ് ചെയ്യാനാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടേതായ എന്താ പറയുക, കാലം മാറി ജനിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ നമ്മളായിട്ട് സഹകരിക്കും. അതുകൊണ്ട് ഇവരുടെ അടുത്ത് നമുക്ക് എന്തും പറഞ്ഞ് ചെല്ലാൻ ഒരു ഇഷ്ടമാണ്. അതിപ്പോൾ എന്ത് പോസ് ചെയ്യാൻ പറഞ്ഞതാണെങ്കിലും ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും കൊടുക്കാൻ പറഞ്ഞാൽ പോലും അവരങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് റെഡ് വെൽവെറ്റ് ചോക്ലേറ്റ് മിക്സ് ആയിട്ടൊരു കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ വല്യച്ഛനും അത്യാവശ്യം പ്രായത്തിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കാലുമ്മ നീരൊക്കെ വന്നിട്ട് ഒന്ന് നടക്കുമ്പോൾ സ്ലിപ്പായിട്ട് വഴുതിയിട്ട് ഇനി ഞരമ്പ് പിണഞ്ഞോന്നറിയില്ല, നീരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആള് ഭയങ്കരമായിട്ട് ജെല്ലാണ്. നമ്മളിപ്പം ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മളൊക്കെ കണ്ടപ്പം ആള് ഹാപ്പിയാണ്. പിന്നെ ഇവർ നമ്മളെ പ്രതീക്ഷിക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മളെങ്ങനെയെങ്കിലും അവിടെ എത്തും. അങ്ങനെ ചേച്ചി ഒരു ചെറിയ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവരൊപ്പം നമ്മളിരുന്ന് സദ്യ കഴിച്ചു. പിന്നെ ഇന്നൊരു സൺഡേ ഫൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തിക്കും തിരക്കില്ലാണ്ട് വന്ന് കൂടാൻ പറ്റി. ഗ്രൂപ്പിലൊക്കെ ബർത്ത്ഡേ വിഷസ് വന്നപ്പം അതൊക്കെ കണ്ടിട്ട് ചേച്ചി വല്യച്ഛനും വല്യമ്മയ്ക്കും ഗിഫ്റ്റ് കൊണ്ടുവന്ന കേട്ടോ രംഗി ചേച്ചി. അപ്പം രംഗി ചേച്ചിനെ ഞങ്ങളവിടെ പിടിച്ചിരുത്തി കുറച്ച് നേരം വർത്തമാനം പറയാനായിട്ട്. പിന്നെ വീക്കെൻഡ് തീരണ വിഷമം അത് വേറെ, പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പം. അങ്ങനെ ചായ ഒരു ട്രയൽ കൊണ്ടുവരുമ്പം എന്താ പേര്, കുട്ടീനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കൗണ്ടറുകൾ അത് വേറെ. അതിനിടയിൽ ചേട്ടന്മാരവിടെ അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സായിൻ്റെ കയ്യിൽ നിന്ന്. സായിനെ ഈയിടെയായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് ഭയങ്കര ഉപദ്രവകാരിയാണ്. പിന്നെ എന്താ ചെയ്യുക, സഹിക്കില്ലാണ്ട് വേറെ നിവർത്തില്ലല്ലോ. പിന്നെ ഈ കാരണവന്മാർ നമ്മളായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു ഉഷ്ണമില്ല എന്നൊക്കെ പറഞ്ഞ് വല്യമ്മ ടെറസിൻ്റെ മേലെ കയറ്റി സഞ്ജുവിനെ വെള്ളം കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുടപ്പുളി വറക്കാൻ പറഞ്ഞു വിട്ട്. അങ്ങനെ ഞങ്ങൾ കാണുമ്പോൾ ഒരു പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അധികം നേരം അവിടെ ഇരുന്നാൽ ഇനിയും പണിയെടുക്കേണ്ടി വരും എന്നുള്ള വിഷമത്തിൽ ഞങ്ങളവിടെ നോടി രക്ഷപ്പെടുകയായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ പിന്നെയും കാണാം. ബൈ.